ഒരു ദിവസം ഒരു കുട്ടി അച്ഛനടുത്തേക്ക് വന്ന് പറഞ്ഞു, അച്ഛാ, എന്താണ് ജീവിതത്തിന്റെ വില എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഒരു കല്ലെടുത്ത് കുട്ടിയുടെ കയ്യിൽ വെച്ച് പറഞ്ഞു, ഇത് പച്ചക്കറി വിൽക്കുന്ന സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു, ഇത് കല്ല് നിങ്ങൾക്ക് വേണോ എന്ന്. ആരെങ്കിലും ഇതിന്റെ വില ചോദിക്കുകയാണെങ്കിൽ രണ്ടുപേർ ഉയർത്തി കാണിച്ചാൽ മതി, മറ്റൊന്നും പറയണ്ട. ആ കുട്ടി ആ സ്ത്രീയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കല്ല് വേണോ എന്ന്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നല്ല മനോഹരമായ കല്ല്, ഇതെന്റെ പൂന്തോട്ടത്തിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകും, ഇതിന് എത്രയാ വില എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി രണ്ടുപേർ ഉയർത്തി കാണിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, 2 രൂപയോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ആ കുട്ടി അച്ഛനടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ആ പച്ചക്കറി വിൽക്കുന്ന സ്ത്രീ പറഞ്ഞത് 2 രൂപക്ക് ഈ കല്ല് വാങ്ങാമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മുടെ അടുത്തുള്ള മ്യൂസിയത്തിൽ ഒന്ന് കാണിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി മ്യൂസിയത്തിലേക്ക് ഓടി. മ്യൂസിയത്തിലെ ഓണറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കല്ല് വേണോ എന്ന്. അപ്പോൾ ആ മ്യൂസിയത്തിലെ ഓണർ പറഞ്ഞു, ഹായ്, മനോഹരമുള്ള കല്ല്, ഇതെന്റെ മ്യൂസിയത്തിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകും, ഇതിന് എത്രയാ വില എന്ന് പറഞ്ഞപ്പോൾ കുട്ടി അവിടെ നിന്നും 2 വിരൽ ഉയർത്തി കാണിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, 200 രൂപയോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം, എനിക്ക് കല്ല് തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് സന്തോഷമായി. അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, അച്ഛാ, അയാൾ പറഞ്ഞു 200 രൂപ തരാൻ ഈ കല്ല് വാങ്ങട്ടെ എന്ന്. ഞാൻ കൊടുക്കട്ടെ അച്ഛാ എന്ന് മോൻ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പിന്നെയും പറഞ്ഞു, നമ്മുടെ അടുത്തുള്ള ചായക്കടയിൽ നിന്ന് പോയി അയാൾക്ക് വേണോ എന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ആ കുട്ടി ആ ചായക്കടയിലേക്ക് ഓടി. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഈ കല്ല് വേണോ എന്ന്. അയാൾ പെട്ടെന്ന് ചെന്ന് ഒരു മിനുസമുള്ള ഒരു തുണി എടുത്ത് ആ കല്ല് ഇതിൽ വെക്കാൻ പറഞ്ഞു. ആ കുട്ടി അതിൽ വെച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇത് എവിടെ നിന്ന് കിട്ടി, ഇതിന് എത്ര വില എന്ന് കൂടി ചോദിച്ചു. അപ്പോൾ ആ കുട്ടി 2 വിരൽ ഉയർത്തി